ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലേ, ഇന്ന് ചാത്തന്നൂർ ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രത്തിൽ ആനകൂട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ അങ്ങോട്ട് പോവുകയാണേ. ഇന്ന് അതിൻ്റെ തിരക്കിലാണ്. രാവിലെ എണീച്ചിട്ട് വല്ലതും ഉണ്ടാക്കിയാടേ. ഉണ്ടാക്കിയില്ല. എനിക്ക് വല്ലതും തിന്നാന്താ തരാന്ന്. ഇങ്ങനെ ഉറങ്ങി നിന്നാൽ പറ്റൂല. പടപടാവട്ടെ പടപടാ. ചെല്ലി പോ. എന്തിനുണ്ടെന്ന് നോക്കട്ടെ പോയാണ്. എന്തിനുണ്ടാക്കിയെന്ന് നോക്കട്ടെ. 8 മണിക്കാണ് പരിപാടി. 8 മണിക്ക് മുമ്പ് എനിക്ക് അവിടെ എത്തണം. എന്താ സംഭവം? കറി എന്തേലും എന്ത്? ഒരു തേങ്ങ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്ക്. ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ. എനിക്കിപ്പോൾ 7:30 പോകണം. മഴയുണ്ട്, മഴക്കോളുണ്ട്. അമ്മ എന്തിനായിരുന്നു നോക്കട്ടെ. അമ്മച്ചി രാവിലെ അല്ലേ എന്തൊരു പരിപാടി? ഓഹോ. അപ്പം അമ്മ വ്ളോഗ് കാണുന്ന തിരക്കിലാണ്. ഒന്ന് ഷേവ് ചെയ്യണം. ഷേവ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്നിട്ട് പോകാനുള്ള സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഷേവ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഷേവൊക്കെ ചെയ്ത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി കുളിക്കണം, പല്ല് തേക്കണം. സംഭവം 8 മണിക്കാണ് എനിക്ക് അവിടെ എത്തേണ്ടത്. സമയം ഇപ്പം തന്നെ 7:45. ഇനി എപ്പോൾ അങ്ങ് എത്തുമെന്ന് അറിഞ്ഞൂടാ. എല്ലാം പടപട ആയിരിക്കണം. ഞാൻ പോവേണേ, പോയിട്ട് വരാം. സുലേ പോവേണേ, കുഴപ്പമില്ലല്ലേ? എല്ലാം ഓക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തു പോവാം. കേട്ടോ. എട്ട് മണിക്കാണ് പരിപാടി. ഇപ്പം 8:05 കഴിഞ്ഞു. എത്ര മണിക്ക് ഞാൻ ഞാൻ കൈ തന്നായിരുന്നു. അപ്പോൾ ഞാൻ ആനൗട്ടിന് പോവുകയാണ്. സംഭവം വഴിയിൽ വെച്ചിട്ട് എനിക്കൊരു ഇൻട്രോ എടുക്കണം. സംഭവം ഇത് ഡെയിലി വ്ളോഗ് ആയിരിക്കും. ആനൗട്ട് വീഡിയോ മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഫുള്ള് കാഴ്ചകൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡെയിലി വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ. സംഭവം ഞാൻ സ്ഥലത്തെത്തി കേട്ടോ. സംഭവം ആനോട്ട് തുടങ്ങിയില്ല, ഇനിയും ടൈമുണ്ട്. അപ്പോഴത്തേക്ക് ശൈലേഷ് ചേട്ടനും ടീമൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടേതായ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് ഗജവീരന്മാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ താഴോട്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ കയറി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ പകർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ആനോട്ട് തുടങ്ങിയില്ല, എന്തായാലും ഭാഗ്യമുണ്ട്. 8 മണിയാണ് പറഞ്ഞത്. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞു. എന്തായാലും 10-11 മണിക്കുള്ളിൽ പരിപാടി കഴിയുമെന്നാണ് തോന്നുന്നത്. 2 ഗജവീരന്മാർ ഇവിടെ നിൽക്കുകയാണ്. ബാക്കിയുള്ള ഗജവീരന്മാർ വന്നിട്ടില്ല. അത് എവിടെയാണെന്ന് അറിയത്തില്ല. ചാത്തന്നൂരിൽ നിന്ന് ആ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നാണ് തോന്നുന്നു. ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് ഇവിടുത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടുത്തെ മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ അതുകൂടി പോയെന്ന് കാണണേ. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് വയ്ക്കാം. പിന്നെ പോണ്ടെന്ന് പറഞ്ഞാൽ അനുദിനം നിറയുന്ന ആവേശങ്ങൾക്ക് കാതോർത്ത് ദക്ഷിണ മലയാളത്തിൽ വാഴുന്ന വീരപ്രജാപതി കിളിമാനൂർ കൈകൾ പിടിച്ചു വരികയാണ് കേശു. ഉത്തര ഭാരത ഭൂമിന്റെ മടിത്തട്ടിൽ നിന്നും ഉത്സവ മലയാളത്തിന്റെ തക്കൻ ഹൃദയത്തിലേക്ക്
ആനകൂട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി കേട്ടോ. ഞാൻ വന്നത് താമസിച്ചാണെങ്കിലും പരിപാടി തുടങ്ങിയത് താമസിച്ചത് കൊണ്ട് എനിക്ക് ഫുള്ള് പരിപാടി നല്ലതുപോലെ കാണാൻ പറ്റി. എനിക്കിവിടെ വരാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷമാണ്. എന്തായാലും കർക്കിടക മാസത്തിന് മുമ്പ് ഒരു ആനകൂട്ട് കണ്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ആനകൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ഫെസ്റ്റിവൽ വ്ളോഗിനുള്ള വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ്. വീട്ടിൽ പോയിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി വീട്ടിലോട്ട്. എൻ്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. നല്ല വിശപ്പായി. പെട്ടെന്ന് വീട്ടിൽ പോയി എല്ലാം കഴിക്കാം. വേറെ ഒന്നും ഒക്കെ എടുക്കാതില്ല. നിൻ്റെ അടുത്ത് തുണി കഴിവാര് പറഞ്ഞു? ഞാൻ വന്നിട്ട് കഴിവിടാന്നല്ലേ പറഞ്ഞത്? ഞാൻ കഴിവിടുമായിരുന്നല്ലേ. അത് ഒരാഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞായറാഴ്ച, ഇന്ന് ഞാൻ കഴിവ് തരൂലേ? ഞാൻ പറഞ്ഞല്ലോ. ഉടനെ എടുത്തോണ്ട് ഇറങ്ങിയേക്കുന്നു തോട്ടിൽ. ഞാൻ വന്നിട്ട് കഴിവ് തരാം. ഞാൻ അമ്മ പാപ്പം മേടിച്ചോണ്ട് വന്നു. പാപ്പം മേടിച്ചകത്ത് വെച്ചിട്ടുണ്ട്. ചെന്ന് നോക്ക് എന്തിനാണ്. ഇനി എടുത്തോണ്ട് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വരട്ടെ. സുലേ എന്നാ പാപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവേണേ കേട്ടോ. എന്തൊരു ചെയ്യണം? എഡിറ്റ് ചെയ്യുന്നു. ഇത് ഇന്ന് തന്നെ ഇടണോ? ഓ, ഇപ്പൊ തുണി എപ്പാ കഴിവും? അത് എഡിറ്റ് ചെയ്ത് തീർന്നിട്ട്. ഓ